സോ ഹേ ഗൈസ്, ശ്രീ ഹിയർ. നമുക്ക് ടെക് ന്യൂസ് സംസാരിക്കാം. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഏറ്റവും എക്സൈറ്റിംഗ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അതേപോലെ തന്നെ നിങ്ങളെയൊക്കെ രോമാഞ്ചപ്പെടുത്തുന്ന ടെക് ന്യൂസ് ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആദ്യമേ തന്നെ കവാസാക്കിയുടെ സംഭവങ്ങൾ തുടങ്ങാം. ഇത് എൻറ്റയർലി ഇലക്ട്രോണിക്സ് തന്നെ അല്ല, പക്ഷെ ഒരു ഹൈഡ്രജൻ എൻജിൻ വെച്ചൊരു 4-legged മെഷീനാണ്. എനിക്ക് അതിൻ്റെ കോപ്പി റൈറ്റ് ഇഷ്യൂസ് ഇല്ലെങ്കിൽ അതിൻ്റെ ഓവർലേ ഫുട്ടേജസ് കാണിക്കാം. സംഭവം എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു മാമലിൻ്റെ ഒക്കെ കണക്ക് ഒരു 4-legged ഒരു പട്ടിയുടെ ഒക്കെ കണക്ക് ഒരു മെഷീൻ അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഡിസൈൻ ചെയ്യുന്നത് മാത്രമല്ല, അതിന് 150cc ഹൈഡ്രജൻ എൻജിനും കൊടുത്തിട്ടുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഗൈസ്, ഇതായിരിക്കാം ഫ്യൂച്ചർ ഓഫ് ഓട്ടോമേഷൻ അല്ലെങ്കിൽ ഓട്ടോമേറ്റീവ് ട്രാൻസ്പോർട്ടേഷൻ്റെ ഒക്കെ ഫ്യൂച്ചർ ആയിരിക്കും. അത് പ്രായമുള്ളവർക്കും അങ്ങനത്തെ ഉള്ളവർക്കും ഹൈക്കിംഗ്, ട്രക്കിംഗ് അങ്ങനത്തെ ഒരുപാട് പോസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതിൻ്റെ പേര് കോർലിയോ അല്ലെ CORLEO എന്നാണ് പറയുന്നത്. സോ കവാസാക്കിയുടെ കോർലിയോ കണ്ടിട്ട് എനിക്ക് ഭയങ്കര കിടലായിട്ട് തോന്നി. മിക്കവാറും റീൽസിലൊക്കെ ആ സാധനം കണ്ടു കാണും. എന്തായാലും ഫ്യൂച്ചർ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ അതാണോ? പക്ഷേ എനിക്ക് ഡെഫിനറ്റ്ലി ഒരു കാര്യം തോന്നുന്നു, ഹൈഡ്രജൻ എൻജിൻ ഇസ് ഡെവലപ്പിംഗ് ഭയങ്കര റാപ്പിഡായിട്ട്, ക്വിക്കായിട്ട്. അതിൻ്റെ റീഫ്യൂലിംഗ് എല്ലാം ഭയങ്കര എളുപ്പമാണ്. അതേപോലെ നമുക്ക് കമ്പഷൻ എൻജിൻ്റെ ഒരുപാട് എന്താ പറയുക ഗുണങ്ങൾ നമുക്ക് കിട്ടും. ഇനി സെക്കൻഡ്, നമുക്ക് ആപ്പിളിനെ കുറിച്ച് സംസാരിക്കാം ഗൈസ്. സോ iPhone 17 മിക്സ്ഡ് റിയാലിറ്റി ഹെഡ്സെറ്റ്, ഒരുപാട് എക്സൈറ്റിംഗ് ന്യൂസ് ഉണ്ട് ആപ്പിളിനെ കുറിച്ച് പറയുമ്പം. ഫസ്റ്റ് ഓഫ് ഓൾ, ആപ്പിൾ ഈസ് വർക്കിംഗ് ഓൺ എ ന്യൂ മിക്സ്ഡ് റിയാലിറ്റി ഹെഡ്സെറ്റ്. മറ്റേ വിഷൻ പ്രോ ഇല്ലേ, വിഷൻ പ്രോയിൻ്റെ ഇച്ചിരി കൂടെ അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വേറൊരു വേരിയന്റ് പോലെ ആയിരിക്കും വരാൻ പോകുന്നത്. മേ ബി വിഷൻ പ്രോ നെക്സ്റ്റ് ജനറേഷനോ സെക്കൻഡ് ജെന്നോ തേർഡ് ജെന്നോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. വി ഡോണ്ട് നോ. അതിനെക്കുറിച്ച് ഒരുപാട് ലീക്സും റൂമേഴ്സും ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ആസ് പെർ ഇൻഫർമേഷൻ അവർ ഒരുപാട് R&D അതിനകത്ത് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആപ്പിളും ബാക്കിയുള്ള കമ്പനി എല്ലാം വിശ്വസിക്കുന്നത് AR VR ഒക്കെയാണ് ഫ്യൂച്ചർ. എനിക്കും തോന്നി, ഞാൻ മെറ്റാ ക്വസ്റ്റ് 3 എൻ്റെ ചേട്ടൻ വാങ്ങിച്ചു. ഐ ബീൻ യൂസിങ് ഇറ്റ് ബ്ലോൺ അവേ. ഭയങ്കര അടിപൊളി ഒരു സംഭവം കേട്ടോ. എന്തായാലും റിവ്യൂ കമ്മിങ് സൂൺ അബൌട്ട് മെറ്റാ ക്വസ്റ്റ് 3. എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ള ആപ്പിളിൻ്റെ വേറൊരു കിടിലം സംഭവം എന്ന് വെച്ചാൽ iPhone 17 സീരീസിനെ കുറിച്ച് ഒരുപാട് ലീക്സും റൂമേഴ്സും കാര്യങ്ങളൊക്കെ നോക്കിയാൽ ഡെഫിനറ്റ് ആയിട്ട് 17 സീരീസ് വിൽ ബി ഒരുപാട് റീവാമ്പും ചേഞ്ചസും ഉള്ള സീരീസ് ആയിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. പ്രോഡക്റ്റ് അല്ല, സീരീസ് ലൈനപ്പിൽ ഒരുപാട് ചേഞ്ച് കാണും. iPhone 17 കാണും, iPhone 17 Air കാണും, iPhone 17 Pro കാണും, iPhone 17 Ultra കാണും. സോ പേരിനകത്ത് തന്നെ ഒരുപാട് ചേഞ്ചസ് ഐഫോൺ കൊണ്ടുവരുന്നുണ്ട്, അല്ല ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. ഇതിനൊക്കെ ബേസിക് സ്പെക്ക് ഒക്കെ പറയുകയാണെങ്കിൽ ചെറുതായിട്ടൊരു ഡിസൈൻ ഓവർഹോളിംഗ് കാണും. പിന്നെ ടൈറ്റാനിയം എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ഉപയോഗിക്കുന്നില്ല, കാരണം അലൂമിനിയത്തിലോട് സ്റ്റിക്ക് ഓൺ ചെയ്യുവാണ്. റസ്റ്റ് ആൻഡ് ഓൾ ഒരുപാട് ലീക്സ് റൂമേഴ്സ്, മറ്റേ ഡമ്മിയുടെ ഫോട്ടോ ഞാൻ സ്ക്രീനിൽ ഇട്ടേക്കാം. പക്ഷെ അതല്ലാതെ ഭയങ്കരമായിട്ട് കൺഫേംഡ് ആയിട്ടുള്ള സ്പെക്ക് ഇല്ല. യൂഷ്വൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, ലേറ്റസ്റ്റ് ചിപ്പ്, ഇച്ചിരി ബെറ്റർ ക്യാമറ. പക്ഷെ അല്ലാതെ റെവല്യൂഷണറി ആൻഡ് ജനറേഷണൽ ആയിട്ടുള്ള സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ ഇതുവരെ നമുക്കൊന്നും കൺഫേം ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ബാക്കിലത്തെ ഡിസൈൻ മാറുന്നുണ്ട് കേട്ടോ, അതിന് ഇച്ചിരി വ്യത്യാസം വരുത്തി. കണ്ടിട്ട് കോമഡി ആയിട്ടുണ്ട്, പക്ഷെ എന്തായാലും നോക്കാം. പിന്നെ അടുത്ത സംഭവം, ആപ്പിൾ ഇന്ത്യ എക്സ്പോർട്ട് 1.5 ബില്യൺ അല്ലെ ട്രില്യൺ അടിച്ചിരിക്കുന്നു. ബില്യൺ അല്ല, ട്രില്യൺ. $1.5 trillion വർത്തായിട്ടുള്ള പ്രൊഡക്റ്റ് ആപ്പിൾ ഇന്ത്യയിൽ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ പ്രൗഡ് ഇന്ത്യൻസ്. എനിക്കത് ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നി, കാരണം ഇന്ത്യയിലെ മാനുഫാക്ചറിങ്ങും അങ്ങനത്തെ സ്കെയിലപ്പും കാര്യങ്ങളൊക്കെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. 1.5 trillion ടു 2025 ഫിനാൻഷ്യൽ ഇയറിനെ കണ്ടിന്യൂയിങ് പകുതി വെച്ച് പറഞ്ഞ. സോ അത് ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യ, എനിക്ക് തോന്നുന്നു ഇനി മെജോറിറ്റി ഓഫ് ദ കൺട്രീസും കമ്പനീസും എല്ലാം മാനുഫാക്ചറിങ് ഇന്ത്യയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യും. കാരണം ചൈനയിലോട്ട് അങ്ങനെ അവർ ഇൻവെസ്റ്റ് ചെയ്യാതെ ഒരുപാട് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഒക്കെ കാരണം ഇന്ത്യയിലോട്ടായിരിക്കും. ഇനി നമുക്ക് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഗൂഗിളിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ആദ്യം എക്സൈറ്റിംഗ് ആയിട്ട് പറയാറുള്ളത്, ഗൈസ്, ഗൂഗിൾ എന്ന് പറയുന്നൊരു കമ്പനി ആപ്പിൾ നിന്ന് ഭയങ്കര വ്യത്യാസം. അവർക്ക് ദേ ആർ റെവല്യൂഷണറൈസിങ് ക്വാണ്ടം കമ്പ്യൂട്ടിങ്. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൻ്റെ ഒരു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഒരുപാട് ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഒരു ഇൻബിൽട്ട് ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ അവർ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൻ്റെ പേരിട്ടേക്കുന്നത് വില്ലോ എന്നാണ്. സോ വില്ലോ ഒരു ബ്രേക്ക് ത്രൂ കൊണ്ടുവന്നെന്ന് അവർ പറയുന്നത്. സോ ഫോർ എക്സാമ്പിൾ, ക്വാണ്ടം കമ്പ്യൂട്ടിങ് നല്ലോണം മനസ്സിലാക്കണമെങ്കിൽ അത്യാവശ്യം PhD ഫിസിക്സ് ഒക്കെ വേണം. അതുകൊണ്ട് ഞാൻ വായിച്ചിട്ടൊന്നും ചക്ക മനസ്സിലായില്ല. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതി ഞാൻ പറഞ്ഞു തന്നാൽ, ഇപ്പം തന്നെ ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടിരിക്കുന്ന സൂപ്പർ കമ്പ്യൂട്ടേഴ്സിനെ 10 സെക്ടില്യൺ ഇയേഴ്സോ അങ്ങനത്തെ ഒരു കൗണ്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ ലിറ്ററലി നെവർ എൻഡിങ് ടൈം എടുത്താൽ തീരാവുന്ന ഒരു കാൽക്കുലേഷൻ ഈ വില്ലോ എന്ന് പറഞ്ഞ ക്വാണ്ടം കമ്പ്യൂട്ടർ ഗൂഗിളിന്റെ ലേറ്റസ്റ്റ് ബ്രേക്ക് ത്രൂവിൽ 5 മിനിറ്റ് കൊണ്ട് കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. സോ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഇസ് ദ ഫ്യൂച്ചർ ഗൈസ്. അപ്പം വേൾഡിനെ ഒരുപാട് രീതിയിൽ റെവല്യൂഷനൈസ് ചെയ്യാനും അതേപോലെ ഇതിനകത്ത് സബറ്റോമിക് ഫിസിക്സിന്റെ ഒക്കെ ഇൻക്ലൂഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നുകൊണ്ട് പ്രോബബ്ലി ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് അടിപൊളി സാധനമാണ്. മേ ബി നമുക്ക് അതിനെക്കുറിച്ച് മാത്രം ഒരു വീഡിയോ ചെയ്യാം. വാട്ട് യു തിങ്ക്? പിന്നെ സംഭവം എന്ന് പറഞ്ഞാൽ
ജെമിനി 2.5 ഇപ്പം നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. യു കൻ ട്രൈ ഇറ്റ് ഔട്ട്. അത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എൻഹാൻസ്ഡ് സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ റീസണിങ് ആൻഡ് ലോജിക്കൽ റീസണിങ് ഒക്കെ ഉണ്ടല്ലോ, ഇച്ചിരി പേഴ്സണലൈസ്ഡ് റീസണിങ്. ഇപ്പം ഞാനൊരു സാധനം ഒരു ഡിബേറ്റ് ഒക്കെ നമുക്ക് നടത്തുമ്പം ജെമിനിയിൽ നിന്ന് സംസാരിക്കാം. അങ്ങനെയൊക്കെ വരുമ്പോൾ ജെമിനിയുടെ റീസണിങ്ങും ജെമിനിയുടെ എന്താ പറയണ കാഴ്ചപ്പാടും ഒക്കെ നമുക്ക് ഇച്ചിരി അണ്ടർസ്റ്റാൻഡബിൾ ലാംഗ്വേജിൽ അവരുടേതായ ഹ്യൂമൻ ആസ്പെക്ട്സ് ഒക്കെ ഇച്ചിരി ഇൻക്ലൂഡഡ് ആണെന്നാണ് പറയുന്നത്. പിന്നെ യൂഷ്വൽ എന്താ പറയണ ചെറിയ ചെറിയ റിഫൈൻമെന്റ് അപ്ഡേറ്റ്സും വൊക്കാബുലറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ആയി വരുന്നു. ഇനി നമുക്ക് ആമസോണിനെ കുറിച്ചും സാംസങ്ങിനെ കുറിച്ചും പറയാം. ആമസോണിന്റെ നോവോസോണിക് എന്ന് പറഞ്ഞ ഒരു AI വോയിസ് മോഡൽ വരുന്നുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള വോയിസ് മോഡലിനെല്ലാം വെച്ച് എന്താ പറയുക ഇച്ചിരി ഇമ്പ്രൂവ് എന്ന് ഞാൻ പറയത്തില്ല, ഡിഫറെൻ്റ് അല്ല യുണീക്ക് ആക്കുന്നതെന്ന് പറയുമ്പോൾ ഇതിന് അതിൻ്റെതായ ഇമോഷണൽ ഇന്റലിജൻസ് ക്യാപ്ചർ ചെയ്യാനുള്ള ആൽഗോറിതംസും കോഡുണ്ട്. ഇപ്പം ഞാനൊരു എൻ്റെ വോയിസിൽ നിന്നോ എൻ്റെ ഫ്രേസിൽ നിന്നോ ഞാൻ ഭയങ്കര സങ്കടപ്പെട്ട് എൻ്റെ ഡിപ്രഷൻ സ്റ്റോറി പറയുകയാണെങ്കിൽ അതേപോലത്തെ ഇമോഷണൽ സാധനങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്ത് അതേപോലെ കറസ്പോണ്ടിങ് ഇമോഷണൽ ഡയലോഗ്സ് ആയിരിക്കും എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയുന്നത്. സോ ഇച്ചിരി ഇമോഷണലി ഹ്യൂമൻസുമായിട്ട് കണക്ട് ആവാൻ പറ്റുന്ന സാധനമുണ്ട്. പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ട് പ്രൈവസി, സേഫ്റ്റി, സെക്യൂരിറ്റി ഒക്കെ ആയിരിക്കും ഈ ആമസോണിന്റെ AI വോയിസ് മോഡലിൽ വരുന്നത്. പിന്നെ ഗാലക്സി S25 എഡ്ജ് നമ്മുടെ എന്താ പറയുക GSM അറീനയിൽ ലിസ്റ്റഡ് ആണ്. സ്പെക്കൊക്കെ നിങ്ങൾ പോയി നോക്ക്, കുഴപ്പമില്ല, അത്യാവശ്യം നല്ലോണം ഇവര് നല്ലോണം പ്രൈസ് ചെയ്താൽ അടിപൊളിയായിരിക്കും. പക്ഷെ നമുക്ക് അറിയത്തില്ല, ചിലപ്പം സാംസങ് പ്രൈസ് ചെയ്ത് തോലയ്ക്കാം. സോ ഡുവൽ ക്യാമറ സെറ്റപ്പ്, യൂഷ്വൽ എന്താ പറയുക ഇച്ചിരി കോസ്റ്റ് കട്ട് ചെയ്ത് സാംസങ് S25 സീരീസ് എന്ന് എനിക്ക് തോന്നുന്നത്. മേ ബി ഭയങ്കര ഹിറ്റ് ആവും, മേ ബി പ്രൈസിങ്ങിനകത്തിരിക്കും. S25 എഡ്ജ് റിവ്യൂ എന്തായാലും നമുക്ക് ചെയ്യുന്നതായിരിക്കും. അതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്, സപ്പോർട്ട് ചെയ്യുക. കാരണം കുഞ്ഞു ചാനലാണ്, കൊണ്ടുവരുന്നത് ഇച്ചിരി പാടാ. നിങ്ങളുടെ ഹെൽപ്പ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി നമുക്ക് പറയാനുള്ളത് TSMCക്ക് US ഗവൺമെന്റ് അടിച്ചു കൊടുത്ത് 1.5 ബില്യൺ എന്താ പറയണ അവരുടെ ഫൈൻ 1.5 ബില്യൺ ഫൈൻ അടിച്ചു കൊടുത്തു. എന്തെന്ന് വെച്ചാൽ ഇവര് ഹുവാവേ ആയിട്ട് എന്തൊക്കെയോ എക്സ്പോർട്ട് കാര്യങ്ങൾക്കൊക്കെ ഇടപെട്ടിട്ട് എന്തൊക്കെയോ വള്ളിയായിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര പൊളിറ്റിക്കൽ കാര്യങ്ങളാണ്. പക്ഷെ എന്തായാലും TSMC എന്തുവാന്ന് മിക്കവർക്കും അറിയാം, ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ചിപ്സെറ്റ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്ന തൈവാനീസ് യൂണിറ്റ് ആണ്. സോ TSMCക്ക് ആപ്പിൾ ഹുവാവേ ആയിട്ട് പണ്ട ചൊറിയാണല്ലോ, അപ്പം ഹുവാവേയും TSMCയും കൂടെ എന്തൊക്കെ എക്സ്പോർട്ട് ഡീൽസിലെത്തപ്പം കലവലയായി. പിന്നെ ഗൈസ് നമുക്ക് ഇച്ചിരി സ്പൈസി ന്യൂസിലേക്ക് പോകാം. ഇലോൺ മസ്കിനെ ഒരു ലെക്സ് ലൂതർ ആവുന്ന എല്ലാ ചാൻസും ഞാൻ കാണുന്നത്. സംഭവം എന്ന് വെച്ചാൽ ഇലോൺ മസ്ക് ഡോജ് ടീം ഉണ്ടല്ലോ, അവരുടെ ഡോജ് കോയിൻ ടീം വെച്ച് US ഫെഡറൽ എംപ്ലോയീസിന്റെ മെസ്സേജസ് ഒക്കെ അനലൈസ് ചെയ്യുന്നു. എന്തൊക്കെയൊക്കെയോ ഒരുപാട് ഇൻഫർമേഷൻസും കാര്യങ്ങളും ലീക്കായി. അത് മച്ചാനിച്ചിരി ബാക്ക് ഫയർ ആയി. ഉടനെ ഒരു വലിയ ഞാൻ പേര് പറയുന്നില്ല, അതേപോലത്തെ ഒരു ഹാക്കേഴ്സ് അല്ലേ എത്തിക്കലി മോറൽ ഹാക്കേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. മോറൽ ഹാക്കേഴ്സ് പബ്ലിക്കായിട്ട് മസ്കിനെ വെല്ലുവിളിച്ച് മസ്കിന്റെ ടെസ്ല, സ്പേസ് എക്സിന്റെ ഒക്കെ ബാക്കിനെ ഞങ്ങൾ ഹാക്ക് ചെയ്ത് പണി തരുമെന്നൊക്കെ പറയാം. സോ അതൊരു സൈബർ വാർ അവിടെ നടക്കുന്നുണ്ട്. നല്ല രസം. ഇവരുടെയൊക്കെ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ട്വിറ്ററിലെ എക്സിലൊക്കെ കാണാൻ ഇച്ചിരി രസമാണ്. അതൊന്നാമത്തെ കാര്യം. പിന്നെ ഒന്ന് പറയുമ്പോൾ ഗൈസ് ഡയർ വൂൾഫിന്റെ ഹൗളിങ് നമ്മൾ എക്സ്റ്റെൻറ്റ് ആയിട്ട് തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡയർ വൂൾഫ് എന്ന് പറഞ്ഞാൽ പണ്ട് എക്സ്റ്റെൻറ്റ് ആയ ഒരു എന്താ പറയാ കോൾഡർ റീജിയൻസിലൊക്കെ ഉള്ള ഒരു സ്പെസിഫിക് ജീനുള്ളൊരു വൂൾഫായിരുന്നു. അവൻ്റെ പപ്സിനെ നമ്മൾ ഇൻബ്രീഡ് ചെയ്തു. അത് DNA മാനിപ്പുലേഷനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ച് ഇപ്പം ദെയർ ബാക്ക് ഓൺ വേൾഡ് 100% എക്സാക്ട് റെപ്ലിക്കയാണെന്ന് വെച്ചാൽ ഞാൻ അതിനെക്കുറിച്ച് ആർട്ടിക്കിളിൽ റീഡ് ചെയ്തപ്പം ഭയങ്കര 100% അല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഭയങ്കര ആക്യുറേറ്റ് ആയിട്ട് എക്സാക്ട് ഡയർ വൂൾഫ് തന്നെയാണെന്നും പറയുന്നത്. എന്തായാലും എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ബയോളജിയിലും ടെക്നോളജിയൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് പറഞ്ഞിട്ട് എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ ഗൈസ്. ഇറ്റ്സ് റീ ഹിയർ. നല്ല ടെക് ന്യൂസ് ഇനിയും കാണണമെങ്കിൽ സബ്സ്ക്രൈബ്. ലവ് യു ഗൈസ്. അപ്പം ഇന്ന് മെയിനായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നെന്ന് പറയുമ്പോൾ ആപ്പിളിൻ്റെ iPhone 17 കുറിച്ച് പഠിച്ചു. രണ്ടെന്ന് പറയുമ്പോൾ ആപ്പിളിൻ്റെ 1.5 ട്രില്യൺ എക്സ്പോർട്സ്. മൂന്നെന്ന് പറയുമ്പോൾ പുതിയ AR വിഷൻ ഹെഡ്സെറ്റ് വരുന്നുണ്ട്. 4 S25 എഡ്ജ്. പിന്നെ നോവോസോണിക്. അതേപോലെ മസ്കും ഹാക്കേഴ്സും ഒക്കെ ഉള്ള ചൊറിയും. പിന്നെ മസ്ക് ലെക്സ് ലൂതർ ആവുമോ എന്നുള്ള കാര്യങ്ങൾ. പിന്നെ നമുക്ക് പറയാനുള്ളത് പറഞ്ഞാൽ ഡയർ വൂൾഫിന്റെ ഹൗളിംഗ്. പിന്നെ കോർലിയോ എന്ന് പറഞ്ഞൊരു വെഹിക്കിളിനെ കുറിച്ചും. പിന്നെ നമ്മൾ ഗൂഗിളിന്റെ 2 അഡ്വാൻസ്മെന്റ് കണ്ട്, ഒന്ന് വില്ലോയിലും 2 ജെമിനിയിലും. സോ ഗൈസ്, ശ്രീ ഹിയർ. ലവ് യു.